ഇതൊക്കെ തൻ്റെ വേറെ ഊഹമാണോടോ, അതോ ആ ജിപ്സം പൗഡർ കേസ് പോലെ ആവോ? നോ സർ, ഐ നോ ഇറ്റ്സ് എം. നമുക്കൊരു ഐ വിറ്റ്നസ്സും ഉണ്ട്. ഓ, ഒരു സരസ്വതി പൂജ. ഇത് ഗണപതിയുടെ അമ്പലാ. ഓ സോറി. ഈ പരീക്ഷയിൽ ജയിക്കാൻ ഇവിടെ ഏത് പൂജയെന്ന് വെച്ചാൽ? പരീക്ഷയ്ക്ക് ജയിക്കാനൊക്കെ പരീക്ഷയിൽ ജയിക്കാനേ നന്നായി പഠിച്ചാൽ മതി. ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു വിഘ്നേശ്വര പൂജ ചെയ്തോ, വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ശരി. പേരും നാളും പറഞ്ഞോളൂ. കോൺഫിഡന്റ് അല്ലേ? എന്താ സംശയം? ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിരുന്നു എനിക്ക്. IT ഡിപ്പാർട്ട്മെന്റ് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുക എന്നത് പൂ പറിക്കുന്നത് പോലെ സിമ്പിൾ അല്ലേ? ഈശ്വര, സിമ്പിൾ ആക്കി തരണേ. പിന്നല്ല, പ്രാർത്ഥിച്ചിട്ടുണ്ട്, വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിഘ്നേശ്വര കാക്കണം. ബഹളമൊന്നും വേണ്ട. ഹരിവേഗം വന്ന് വണ്ടി കയറും. ഞാനെന്തിനാ വണ്ടി കയറണം? അതൊക്കെ പറയാ ഹരി, വന്ന് ജീപ്പിൽ കയറ്. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ജീപ്പേ കയറണം? സജാദേ പിടിച്ചേർക്കടോ. സർ ഒരു ഇമ്പോർട്ടന്റ് PSC എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എത്തിയാ പോരെ? വണ്ടി എടുക്കണോ? പ്ലീസ്. വധക്കേസ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി പറഞ്ഞാൽ 2 തവണ പോലീസ് പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം സാഹചര്യ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇന്ന് രാവിലെയോടെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്നും ജിപ്സം പൗഡർ കണ്ടെടുത്ത ഇൻസ്പെക്ടർ ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യാനായി പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം വളരെ കോൺഫിഡൻസിലാണ്. വീണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഹലോ സാർ, എവിടെ എത്തി? സാർ ഒരു 5 മിനിറ്റ് സാർ, ഇപ്പം എത്തും. എല്ലാം നന്നായി ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കമ്മീഷണർ ഉണ്ട് ഇവിടെ. സാർ ഒന്നും പേടിക്കണ്ട. കമ്മീഷണർ അല്ല, സുപ്രീം കോടതിയിലെ മുഴുവൻ വക്കീലന്മാരും ഒരുമിച്ച് നിന്ന് വാദിച്ചാൽ പോലെ ഒരു ഇഞ്ച് കുലുങ്ങാത്ത ആളെയല്ലേ നമ്മുടെ ചിത്രമാനൻ സാർ സാക്ഷിയാക്കി തന്നേക്കുന്നത്. ഒന്നും പേടിക്കണ്ട. വേഗം വാ. ആ ഓക്കെ സാർ. ഈ ഘട്ടത്തിൽ നമുക്ക് എക്സ്ക്ലൂസീവായി ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതായത് ഈ കേസിന് ഒരു ദൃക്സാക്ഷി, ഐ വിറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വിവരം. തിരിച്ച് പ്രതി നീനുവിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് ഈ ദൃക്സാക്ഷി കാണുകയും ചെയ്തു. അതായത് നീനു വാതിൽ തുറന്നു കൊടുക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. ഐ വിറ്റ്നസിനെ കൊണ്ടുവന്നിട്ടുണ്ട് സർ. വിളിക്കേ. സർ
നമസ്കാരം. ഇരിക്കാം. തനിങ്ങി വന്നേ. എടോ, സ്മാർട്ടാണെന്നൊരു ധാരണ തനിക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. മനസ്സിലായില്ല സാർ. എനിക്ക് മനസ്സിലായി. ആയിരിക്കുന്ന ആളെ എടോ, പോലീസിന് വേണ്ടി പതിവായി കള്ളസാക്ഷി പറയുന്ന ഒരാളെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? സാർ, അതിന് സാറല്ലല്ലോ കൺവിൻസ് ആവേണ്ടത്, കോടതിയല്ലേ. അത് ഉറപ്പായും കൺവിൻസ് ആവുമെന്ന് എനിക്കറിയാം, ഒരു സംശയമില്ല. പിന്നെ സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി കള്ളസാക്ഷിയാന്ന് പറയുന്നത്? പുള്ളി ഏതെങ്കിലും കേസിൽ ഹോസ്റ്റൽ വിറ്റ്നസ് ആയിട്ടുണ്ടോ? പുള്ളി സാക്ഷി പറഞ്ഞിട്ടുള്ള എല്ലാ കേസിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടേ ഉള്ളൂ, എപ്പോഴും. പിന്നെ കേസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് തെളിവുകളും സാക്ഷികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. സാറ് വേണ്ട അന്വേഷിച്ച കേസിൽ എസ്കത്തി പ്രധാന എമോ ആയതല്ലേ? അതൊക്കെ ശരിയാണ്. എടോ, ആ പയ്യൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമുക്കെതിരെ തിരിഞ്ഞാലോ? ഒരുത്തനും വരാൻ പോകുന്നില്ല. അവന് നാട്ടുകാരായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പരിചയമില്ല. എന്നാലും കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയ എവിഡൻസോട് കിട്ടിയിട്ട് പോരെ? സാർ, ഈ കേസിൽ എൻക്വയറി ഓഫീസർ സാറല്ല, ഞാനാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അവൻ തന്നെ ചെയ്ത. പ്ലീസ് ട്രസ്റ്റ് മീ. സാർ പോയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദിക്കാം. ഇവൻ തന്നെയാണോ? 100% ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ഇവനെ തന്നെയാണ് ഞാനെന്ന് ആ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. എന്നെ എവിടെ ഡ്രോപ്പ് ചെയ്തെന്നാ ഇയാൾ പറയണം? എനിക്ക് ഇയാളെ അറിയില്ല സാറേ, സത്യമായിട്ടും. ഇവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും ബെല്ലടിക്കുന്നതും ആ പാവം പെങ്കൊച്ചുവന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നതും ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് സാർ. ഇവൻ സാമദ്രോഹിയാണ്, ഇവനെ ജയിലിലടക്കണം സാർ. ഞാൻ കണ്ടതാണ്. ഇവൻ തന്നെയാണ് സാർ. നീ തന്നെയാണ് ജയിലിലടക്കണം. എൻ്റെ കൈ കിട്ടണ്ടായിരുന്നു. ഇനി സമയമുണ്ടല്ലോ. അണ്ണാ, ഇവനാണ് ആ കൊച്ചിനെ കൊന്നുകളഞ്ഞു. നിന്റെ അമ്മയുടെ വീടാണെന്ന് കരുതിയോടാ? ഞാൻ ലഗതല കയ്യിൽ നിന്ന് പോയിരിക്കുക. എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. എണീക്കടാ. നിന്റെ അടുത്ത് സംസാരിച്ച നീ എന്ത് ചെയ്യൂടാ? പന്നിയെ വാക്ക് തെറ്റിക്കരുതെന്ന് ഞാൻ വിളിച്ചു. 2 ഇരുമ്പ് വട്ട കൂടി പിടിപ്പിക്കണം. ഈ കുറ്റിയെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഇതുവരെ ശരിയാക്കിയില്ലേ? അതിനാ ജനൽ അടയ്ക്കാറില്ലല്ലോ. ഇപ്പൊ അടയ്ക്കേണ്ടി വന്നപ്പോ കണ്ടില്ലേ? എന്തിനാ അടയ്ക്കുന്നത്? കൊതുക് കയറിൻ്റെ അത് കണ്ടിട്ട് കൊതുകാണ് പ്രശ്നമെന്ന് തോന്നുന്നില്ലല്ലോ. നീ ആ TV ഓഫ് ചെയ്യ്. പുറത്ത് ഇടിയും മിന്നലും കണ്ടില്ലേ? രാധേ, നീ എന്തെങ്കിലും കോമഡി പറ, ഞാൻ ചിരിക്കാം. നീനു വധക്കേസിലെ പ്രതി നഗരം വിട്ടു പോയിട്ടില്ലെന്ന് പോലീസ്.
നിന്നോട് എന്തെങ്കിലും കോമഡി പറയാനല്ലേ രാധേ ഞാൻ പറഞ്ഞത്? എനിക്കെന്തോ പേടി തോന്നുന്നു. പേടി മാറാനേ വില്ലാളി വീരന്മാരുടെ നാമം ചൊല്ലിയാൽ മതി. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി. ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. അവണ്ടിയാ സാർ, KL 34 4th floor. അതന്നെ അവണ്ടിയാ. ഇതിനകത്ത് എന്താ? ജിപ്സം പൗഡർ ഒന്നുമല്ല സർ. താൻ നോക്കടോ. ഇങ്ങോട്ട് താ. കുരുമുളകാണ് സാർ, വേറെ ഒന്നുമല്ല. ഫോൺ ചെക്ക്. ഫോൺ എടു. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രാക്ക് ചെയ്യുന്നതല്ലേ, പിന്നെന്തിനാ? സാറ് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഹരി അന്വേഷിച്ച് എൻ്റെ പിറകെ വരണമെന്നുള്ളത്. അവൻ ഇത്രയും ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എന്നെ വിളിക്കാൻ വഴിയില്ല. പറഞ്ഞു വിടറോ. ഓ എടുത്തോളൂ. അവിടെ ഉണ്ട്, ആ കടയിലേക്ക് ചെല്ലട്ടെ. ശരി ശരി, ഞാൻ പോകും. താനോടെ കടയുടെ ഓണർ? അതെ സാറേ. ഇപ്പൊ ഒരു പെൺകുട്ടി കൊണ്ട് വന്നില്ലേ? ആ, അവൾ എന്താ നിങ്ങളുടെ തന്നത്? അവളെ നമ്മൾ നേരത്തെ അറിയും. കുരുമുളക് തരാമെന്നാ സാറേ. ആ കൊച്ചിനെ ഞാൻ നേരത്തെ അറിയും. പിന്നെ ആ കുട്ടി എങ്ങോട്ടാ പോയേ? ആ കുട്ടി ആ മീൻചന്തലോ അല്ലെങ്കിൽ എല്ലോടി വിൽക്കണ മണിശങ്കരയ്യരുടെ കടയിലോ കാണും. എന്താ സാറേ കാര്യം? ചോദ്യമൊന്നും വേണ്ട. വാ. ഹരി, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി? വൈഫൈ പിനാപ്പിൾ കിട്ടാൻ ലേറ്റായി. പിന്നെ സോഫ്റ്റ്വെയറും പാസ്വേഡ് കീ ഇതിലുണ്ട്. ഈ ഹാക്കർ ഓഫ് ഇതിന്റെ ആവശ്യം വരുമോ? ചിലപ്പോൾ വേണ്ടി വരും. നമുക്ക് ലോക്കൽ ഡിവൈസിന്റെ IP അഡ്രസ് കിട്ടിയോ? ഒരു 5-6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പിള്ളേര് കിട്ടുന്ന അനുസരിച്ച് ടെക്സ്റ്റ് ചെയ്തോളും. ഇതില് ദോഹ സിമും ഉണ്ട്, ഒമാൻ സിമും ഉണ്ട്. ചാർജ് ചെയ്താണോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ നിന്റെ ഫോൺ ഓഫ് അല്ലേ? എന്നാലും ടവറിലധികം നിൽക്കണ്ട വിട്ടോ. ശരി. ആ ഫോൺ നമ്പർ തന്നില്ല. ആ ദാ ആദ്യത്തെ ഇൻസ്പെക്ടറുടെ, അടുത്തത് SMRയുടെ, അവസാനത്തതാ അയാളുടെ. കൃഷ്ണന്റെ. ഹലോ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ അല്ലേ? തന്റെ മൊഴിയുണ്ടെങ്കിൽ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. ഹരി. അതേടോ, ഞാൻ ആ ജയിലിനകത്ത് തന്നെ പണ്ടാറടങ്ങി പോകുമെന്ന് വിചാരിച്ചുള്ളതാണ്. ഹരി,
താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അത് ഞാനൊന്നൊരു താൻ പോലീസിന് കൊടുത്ത മൊഴി കളവാണെന്നുള്ള അഫിഡവിറ്റ് നാളെ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ പോലീസ് എന്നെ വെച്ചേക്കില്ല ഹരി. ഇല്ലെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് കത്തിക്കും. എന്നിട്ട് ഞാൻ ശരി പോ. അയ്യോ. ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് താൻ തീരുമാനിക്കും. അല്ല അത് ഒന്ന് ചവിട്ടി വിടറോ, 11 കേസ് വിളിക്കും. അല്ല സാർ, ഒരു അടിപിടി ഉണ്ടാക്കാനായിട്ട് സാറിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? സത്യത്തിൽ എന്താ സംഭവം? എടോ 6 മാസം മുമ്പ് മധുരയിൽ വരായിരുന്നു. കുറേ മോന്മാർ പോത്തിനെയും കാളനെയൊക്കെ ഇറക്കി റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഹോൺ അടിച്ചിട്ടൊന്നും മാറിയില്ല. ഞാൻ നല്ല തെറിയെന്ന് പറഞ്ഞു. സാറാ? ആ, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. അവന്മാരുടെ അടുത്ത് പഞ്ഞിക്കിട്ടാണ് അല്ലേ? സാറേ, സാറിൻ്റെ ജാതകം ഒന്ന് തരും. എന്തിനാണോ? റിസർച്ചിന് വിടാനാ. എടാ, അയാൾ ആ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. സോറി. ഇൻസ്പെക്ടർ കോൾ റിജക്ട് ചെയ്തു. $3000 ഫൈൻ. അത് അടച്ചിട്ട് വേണം പോകാൻ. കൃഷ്ണ, എടോ ഇൻസ്പെക്ടറെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ താൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒന്ന് തിരിച്ച് വിളിക്കടോ. ആ ഹരി എന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ഇൻസ്പെക്ടർക്ക് ഒരു വാട്സപ്പ് നമ്പർ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ലൂപ്പിലിട്ടേക്ക്. ഇൻസ്പെക്ടർ ദിനേശന്റെ ശ്രദ്ധയ്ക്ക്, താൻ ഏത് കോത്താഴത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉടൻ വെണ്ടർ കൃഷ്ണനെ വിളിക്കടോ. അയാളുടെ ജീവൻ അപകടത്തിലാണ്. താനെന്തേ കാണിക്കുന്നത്? സോറി, ഏതൊരു ഭ്രാന്തനാ. തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഞാൻ. താൻ ട്രാഫിക് പോലീസ് അല്ലേടോ? ട്രാഫിക് പോലീസ് എന്നെ എന്ത് ചെയ്യാനാടോ? കൃഷ്ണൻ ലൊക്കേഷൻ മാറി. നീ രാവിലെ വിളിച്ചപ്പോ കച്ചേരിപ്പടിയായിരുന്നില്ലേ? ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പാ. മണപ്പാട്ടിപ്പറമ്പാ? അവരെ പൊക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടൂല. തമിഴ്നാടിനോരിക്കാരൊക്കെ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. വേണ്ട, ഇപ്പൊ പ്ലേ ചെയ്യാം. അതിലൊന്നാമത്തെ ഫയൽ പ്ലേ. ഷിബ, ഇതെന്തോ ഓല ദിനേശ്? ഓല ദിനേശ് അല്ല സാറേ, അത് ഊള ദിനേശ്. അങ്ങനെയാണ് നീനു അത് സേവ് ചെയ്തിട്ടുള്ളത്. നല്ല കറക്റ്റ് പേര് അവളെ സേവ് ചെയ്തേക്കുന്നത്, ഊള ദിനേശ്. മിണ്ടായിരുന്നു അവിടെ, അല്ലേ കൂട്ടി കയറി നിൽക്കേണ്ടി വരും. രണ്ടു മാസം മുന്നേ നടന്ന ഒരു ഫാഷൻ ഷോയിൽ വെച്ചിട്ടാണ് സാറ് നീനുവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനിടയ്ക്ക് നീനുവിനെ കാണാൻ സാർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നീനു അതിൽ നിന്ന് അതിവിദഗ്ധമായി സ്കിപ്പും ചെയ്യുന്നുണ്ട്. പക്ഷെ നീനു കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസം മുന്നേ നീനു സാറിന് അയച്ചു കൊടുത്ത 2 വീഡിയോ ക്ലിപ്പുകൾ, അതായത് ഈ 2 വീഡിയോ ക്ലിപ്പുകൾ കാണിച്ച് സാറിനെ വൈറലാക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൾസിന് കയ്യും കണക്കും ഇല്ലാതായത്. സാർ ഇത്ര വെറുളി പിടിച്ച് വിളിച്ചത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ ഈ 2ാമത്തെ ഫയൽ, അതായത് ഇതിലെ വീഡിയോ കോൾ റെക്കോർഡിംഗ്, അത് സ്ത്രീകൾക്ക് കാണാൻ പറ്റാത്ത വല്ലോണ്ടോ ഇതില്? ചേമ്പറി കണ്ടോളാം ഞാൻ. അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം കാണാൻ പാടില്ലാത്തതായിട്ട് എന്താണ് സാർ? ഓക്കെ. താങ്ക് യു സർ. പ്ലേറ്റ്. 2ാമത്തെ ഫയൽ. ഇന്നെങ്കിലും ഒന്ന് എടുത്തല്ലോ എൻ്റെ പൊന്നെ. എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയാം. അതുകൊണ്ടാ എടുത്തേ. ഇനി ഞാൻ കാരണം നാട്ടിലെ ക്രമസമാധാനം നശിക്കണ്ടല്ലോ. തന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ ക്രമസമാധാനം പോയിക്കൊണ്ടിരിക്കുക. എപ്പം നോക്കിയാലും എനിക്കൊരൊറ്റ വിചാരമുള്ളൂ, താൻ താൻ താൻ. അയ്യോ, അങ്ങനെയാ എന്ത് ചെയ്യും? വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ? എന്ത് ഉത്തരവാദിത്വം? അതിനൊക്കെ ഇവിടെ കീഴുദ്യോഗസ്ഥരില്ലേ? നമ്മൾ ചുമ്മാ അത് ചെയ്യുന്നൊക്കെ അവരോട് പറഞ്ഞ പോരെ. വീട്ടിൽ മീൻ മച്ചിട്ട് വരുന്നവരെ അവരല്ലേ. നല്ലല്ലേ? സാറിന് നല്ല ഫിറ്റ് ബോഡിയാണല്ലോ. ഡെയിലി വർക്കൗട്ട് ചെയ്യോ? പിന്നെ അതല്ലേ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് ക്ലബ്ബിൽ കമ്മീഷണർ വന്നപ്പോൾ ഞാനായിട്ട് പഞ്ച പിടിക്കാൻ വന്നു വെള്ളത്തിന്റെ പുറത്ത്. കമ്മീഷണർ സാറോ? പിന്നെ ഞങ്ങൾ മച്ച കമ്പനിയല്ലേ. യൂണിഫോം അടിച്ചിട്ട് ഇപ്പോഴും പുള്ളി തന്നെ അല്ല, ഞാൻ പുള്ളിനെ ബാലാന്ന് വിളിക്കാം. ഓ, എന്നിട്ട് പഞ്ചടിച്ചിട്ട് ജയിച്ചോ? പിന്നെ ജയിക്കില്ലേ. അപ്പൊ പുള്ളി ഇപ്പോഴും മറ്റേ കയ്യിൽ മറ്റേ കൈയോട് ചെല്ലുന്ന പൗച്ചില്ലേ, അതിട്ട് നടക്കുക. എയർലൈൻ ഫ്രാക്ചർ. ബെസ്റ്റ് തീരുമാനമായി. അതൊക്കെ പോട്ടെ. നീന ഉറങ്ങുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. ഇപ്പോ ഉറങ്ങുമല്ലോ. അപ്പൊ ഉറങ്ങുമ്പോ മാറ്റും ചേച്ചി. എന്നാ ഉറങ്ങിക്കോ. ശരി സർ, ഗുഡ് നൈറ്റ്. അയ്യോ അങ്ങനെ പോവല്ലേ, കുറച്ചു നേരം നമുക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? സാറിന് ഭാര്യ കേക്കില്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്? ആ സൈക്കോ അവിടെ വെട്ടിയെടുത്ത് അടിക്കഷ്ണം പോലെ കിടപ്പുണ്ടോ, വെറുതെ അവളെ പറ്റി സംസാരിക്കില്ല. എന്റെ മൂഡ് സോ സാഡ്. ഇറ്റ്സ് റിയലി സാഡ്. 2 കോടി രൂപ സ്ത്രീധനം കിട്ടിയപ്പോൾ എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, നമുക്കിപ്പോഴും ഒന്ന് കാണാൻ പറ്റുക. ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ. അയ്യോ ഇപ്പൊ വേണ്ട, നമുക്ക് കാണാം ഒരു ദിവസം. ഇപ്പൊ സാർ എനിക്കൊരു പാട്ട് പാടിത്തരും, അന്ന് പാടിയ പോലെ. പാടാം, പക്ഷേ ഈ ആഴ്ച തന്നെ നമ്മൾ കാണാന്നുള്ളത് എനിക്ക് സമ്മതിച്ചു. ഷുവർ. റെഡിയാണോ? താങ്ക് യു. സാർ എനിക്ക് പുഷ്പ സിനിമയിലെ ഊ അണ്ട വാമവ ഒന്ന് പാടിത്തരോ? തെലുങ്ക് മതിയോ? ഓക്കെ. కురువి కురుగురమండే చూస్తారు, కురువి కరగరమండే చూస్తారు. కింగర బుద్ధి పంబర విడ్డి ఓమర ముద్ది కామర బత్తి ఊ అంటవా మావా ఊ అంటవా మావా. താങ്ക്സ്. കുറച്ചുകൂടെ പാടാം. സാർ ഇതിന്റെ കൂടെ ഡാൻസും കൂടെ ചെയ്താ അടിപൊളി. ഓക്കെ, ഒരു സെക്കൻഡ്. ഞങ്ങളുടെ വെഡിങ് ഫോട്ടോ ആണ് എൻ്റെ ആ സൈക്കോന്റെ. ഒരു ഗ്രിപ്പിന് വയ്ക്കാം. ഓക്കെ. നിർത്തണോ? സൈലൻസ്, സൈലൻസ് പ്ലീസ്. Excuse me, Your Honor. I have a humble submission. May I know you please, ma'am? ബിൻസി ജോർജ്, ഹ്യൂമൻ റൈറ്റ്സിലാണ് ഞാൻ PhD ചെയ്യുന്നത്. Oh. And unfortunately, he is my husband. Now, I have something to disclose regarding this case, my lord. Your Honor, കുറച്ചു നാൾ മുമ്പ് വീട്ടിലൊരു ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ദിനേശ് ടെറസിൽ ഒരു ഫോൺ ഹാമർ കൊണ്ട് തല്ലി പൊട്ടിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ടത് പൊതിഞ്ഞ് വാട്ടർ ടാങ്കിലിട്ടു. നൗ ഐ ബിലീവ് ഇവിടെ നേരത്തെ പറഞ്ഞ മിസ്സിംഗ് ആയ നീനുവിന്റെ ഫോൺ ആയിരിക്കാം അത്. ഇറ്റ്സ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ സർ. പോടോ ഊളെ. സോറി മൈ ലോർഡ്. It's okay. It happens. സർ, അടുത്ത ക്ലിപ്പിൽ കുറച്ചുകൂടി മസാല കൂടുതലാണ്. പ്ലേ ചെയ്യാമോ? ഓ വേണ്ട വേണ്ട, ദൈവമേ. എത്ര ഊളയായാലും എത്ര കുഴപ്പക്കാരനായാലും അത് അയാളുടെ പ്രൈവസിയുടെ കാര്യമല്ലേ. സാർ, വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിച്ചല്ലേ പറ്റൂ. പിന്നെ തുടരന്വേഷണത്തിന് അവർക്കതൊരു സഹായമാവും. യെസ് 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 യെസ്. ഈ ലീഡ്സ് വെച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യാം. സാർ, മിസ്റ്റർ ദിനേശ്, ബെറ്റർ യു കൺഫസ് ഹിയർ. 1 ലക്ഷം രൂപയും കൊണ്ട് താൻ നീനുവിൻ്റെ അടുത്ത് പോയി. എന്നിട്ടും അവൾ ഫോൺ തരാത്തതുകൊണ്ടാണോ താൻ അവളെ തട്ടിക്കളഞ്ഞ്? പറയടോ ദിനേശ, തെളിവുകളൊക്കെ തനിക്കെതിരാ. യു ഹാവ് നോ അതർ ഗോ. നിങ്ങളല്ലേ നീനുവിനെ കൊലപ്പെടുത്തിയത്? ദിനേശ്, നിങ്ങളല്ലേ നീനുവിനെ കൊന്നത്? അല്ല, ഞാൻ കൊലപാതകയല്ല യുവർ ഓണർ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇത്രയും മഴ പെയ്യുന്ന കേരളത്തിൽ എന്തിനാ സാർ ആളുകൾ വീടുകളിൽ വെട്രിഫൈൽ ടൈൽസ് ഇടുന്നത്? നമ്മളെ വെട്രിഫൈൽ ടൈൽസിന്റെ മുകളിൽ കൂടി നനഞ്ഞ ചെരുപ്പ് കൊണ്ടുകൊണ്ട് ഓടിയതുകൊണ്ടാണ് ചെറുക്കടിച്ച് വീണത് സാർ. എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക് കാര്യം ചെയ്യാനാ. എല്ലാത്തിനും കാരണം അവനാ അന്ന് മര്യാദയ്ക്ക് ആ പത്രം ഇടാത്തോണ്ടാ അവള് പത്രം എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയത്. അവള് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളെ ചെരുപ്പ് നനഞ്ഞത്. ഞാൻ ജസ്റ്റ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങാൻ നോക്കിയപ്പോഴേക്കും അവൾ നനഞ്ഞ ചെരുപ്പ് ഇട്ടോണ്ട് ആ വെട്രിഫൈൽ ടൈൽസിന്റെ മുകളിൽ കൂടെ ഓടി. അവിടുന്ന് സ്റ്റേഷന്റെ മുകളിൽ കൂടി ആ മലർന്ന് വീണ് ചത്ത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ കൊലപാതകയല്ല യുവർ, ഞാൻ കൊലപാതകയല്ല, ഞാൻ വെറും കോഴി.
ജസ്റ്റ് കോഴി. ഞങ്ങളാ പട്ടികൾ. ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോടതി മുറിക്കുള്ളിൽ നിന്നും കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിച്ച് കരഞ്ഞിറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് യൂണിഫോമിൽ കിടന്നു ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയല്ലേ.